നമസ്കാരം. സ്റ്റോപ്പ് വാച്ചിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്രാവശ്യം നമുക്കൊരു KSRTC യാത്രയായാലോ? കോഴിക്കോട് ദൂരദർശൻ്റെ വ്യക്തികൾ വീക്ഷണങ്ങൾ എന്നൊരു പ്രോഗ്രാമിലേക്ക് എന്നെ ക്ഷണിച്ചിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ദൂരദർശനിലെ ശ്രീ സുരേഷ്, ഇൻ്റർവ്യൂ ചെയ്ത സുനിൽ അശോകപുരം എന്നിവർക്കൊപ്പം ഒരു ക്ലിക്ക്. അതിനുശേഷം ഹസ്ബൻഡ് പഠിച്ച സുൽത്താൻ ബത്തേരിയിലെ സെൻറ്റ് മേരീസ് കോളേജിലേക്ക് വിട്ടു. അരനൂറ്റാണ്ട് കാലം കോളേജ് അടിമുടി മാറി, പണ്ടത്തെ ഹോസ്റ്റൽ ഒഴികെ. അന്നത്തെ തൻ്റെ മുറിയിൽ അതേ കോട്ടിൽ ഇരിക്കാൻ കഴിഞ്ഞതിൽ ആൾക്ക് വളരെ സന്തോഷം. ക്യാൻറ്റീൻകാർ കാപ്പിയും പലഹാരവും സൽക്കരിച്ചു. മടക്കം ഞങ്ങൾ കൽപ്പറ്റയിൽ ഇറങ്ങി, നാടുകാണിയിൽ കൂടിയുള്ള ഈ ഒരു യാത്രയ്ക്ക് വേണ്ടി. KSRTC യാത്ര എന്ന് പറയുമ്പോൾ ചിലർക്കെങ്കിലും ബിജുമേനോൻ, കുഞ്ചാക്കോ ബോബൻ ടീമിൻ്റെ ഓർഡിനറി എന്ന സിനിമ ഓർമ്മയിൽ വരും. കോട്ടയത്ത് നിന്ന് പത്തനംതിട്ട ജില്ലയിലെ ഗവിയിലേക്ക് ട്രിപ്പ് നടത്തുന്ന ഒരു KSRTC ബസ്സായിരുന്നു അതിലെ ഒരു പ്രധാന കഥാപാത്രം. കൽപ്പറ്റയിൽ നിന്ന് മേപ്പാടി നാടുകാണിയിലൂടെ നിലമ്പൂർ വഴി തൃശ്ശൂർക്ക് ട്രിപ്പ് നടത്തുന്ന ടൗൺ ടു ടൗൺ KSRTCയാണ് ഇതിലെ കഥാപാത്രം. കാപ്പിത്തോട്ടങ്ങളും തേയിലത്തോട്ടങ്ങളും കുന്നുകളും മലകളുമായി വളരെ സുന്ദരമായിട്ടുള്ള ഒരു ദൃശ്യവിസ്മയമാണ് ഈ റൂട്ടിൽ പോകുമ്പോൾ നമുക്ക് കിട്ടുന്നത്. പ്രകൃതിയുടെ മനോഹാരിത അതേപോലെ ലഭിക്കണമെങ്കിൽ നമ്മുടെ യാത്ര തീർച്ചയായും ബസ്സിലായിരിക്കണം. തികച്ചും യാദൃശ്ചികമായിട്ടാണ് ഈ ഒരു റൂട്ടുമായി ഞാൻ പരിചയത്തിലാവുന്നത്. കൽപ്പറ്റയിൽ ജോലി ചെയ്യുന്ന കാലം. ഹോസ്റ്റലിലാണ് താമസം. ആഴ്ചയിൽ ഒരിക്കൽ വീട്ടിൽ പോകും. താമരശ്ശേരി വഴി കോഴിക്കോട് പോയി അവിടെ നിന്ന് ട്രെയിനിലായിരുന്നു തൃശ്ശൂരിലേക്കുള്ള യാത്ര. പതിവ് പോലെ കൽപ്പറ്റ ബസ് സ്റ്റാൻഡിൽ വന്നപ്പോൾ ഒരു തൃശ്ശൂർ ബസ് കണ്ടു. നാടുകാണി വഴി എന്ന ബോർഡിലുണ്ട്. കൂടുതലൊന്നും ആലോചിക്കാതെ ഞാൻ ആ ബസ്സിൽ കയറുകയും ചെയ്തു. പരിചയമില്ലാത്ത റൂട്ടിലാണ് യാത്ര എന്ന് മനസ്സിലായപ്പോൾ ആദ്യം ഒന്ന് ശങ്കിച്ചു, ഇറങ്ങിയാലോ? പിന്നെ തോന്നി പോയി നോക്ക് തന്നെ, കാണാത്ത വഴികളൊക്കെ ഒന്ന് കാണുകയും ചെയ്യാമല്ലോ. പിന്നീട് കൽപ്പറ്റയിൽ നിന്ന് സ്ഥലമാറ്റം കിട്ടുന്നത് വരെ ആഴ്ചയിൽ ഒരിക്കൽ ഈ തൃശ്ശൂർക്കുള്ള KSRTC ബസ്സിലെ മുന്നിലെ ഒറ്റ സീറ്റിലെ സ്ഥിരം യാത്രക്കാരിയായിരുന്നു ഞാൻ. അന്നങ്ങനെ ആ ബസ് കണ്ടില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ റൂട്ട് എനിക്ക് അജ്ഞാതമായി തന്നെ തുടർന്നേനെ. തിങ്കളാഴ്ചകളിൽ കൽപ്പറ്റയ്ക്കുള്ള വരവ് എപ്പോഴും കോഴിക്കോട് താമരശ്ശേരി വഴിയാണ്. താമരശ്ശേരി ചുരത്തിൽ 9 ഹെയർ പിൻ വളവുകളുണ്ട്. ആ റൂട്ടിനെ അപേക്ഷിച്ച് ഈ റൂട്ടിൽ ഹെയർ പിൻ വളവുകൾ ഇല്ല എന്ന് തന്നെ പറയാം. പക്ഷേ ഈ റൂട്ടിൽ കിട്ടുന്ന സുന്ദരമായ ദൃശ്യാനുഭവം ആ റൂട്ടിൽ കിട്ടില്ല. കാപ്പി തേയില തോട്ടങ്ങളും ഈ റൂട്ടിലുള്ളതിനെ അപേക്ഷിച്ച് കുറവാണ്. അന്ന് താമരശ്ശേരി ചുരത്തിൽ ഇന്നത്തെ പോലെയുള്ള ട്രാഫിക് ബ്ലോക്കോ മണിക്കൂറുകളോളമുള്ള കെട്ടിക്കിടക്കലോ ഒന്നും ഉണ്ടായിരുന്നില്ല. അടിവാരം വിട്ടാൽ ചുരം കയറി പെട്ടെന്ന് ലക്കിടിയിലെത്തുന്ന ഒരു പ്രതീതിയായിരുന്നു. ഈ റൂട്ട് പക്ഷേ അങ്ങനെയല്ല. കാപ്പി തേയിലത്തോട്ടങ്ങളുടെയും മലകളുടെയും എല്ലാം മനോഹാരിത ആസ്വദിച്ച് കുറേ സമയം നമുക്ക് ബസ്സിലിരിക്കാം. ജനവാസം പൊതുവേ കുറവാണെന്ന് പറയാം. അവിടെ ചെറിയ പീടികകളും ഒക്കെ ആയിട്ടുള്ള സെൻറ്ററുകൾ കാണാം. സ്വന്തം വണ്ടിയിലാണ് വരുന്നതെന്ന് വെച്ചാൽ പെട്രോളൊക്കെ മുന്നേ കൂട്ടി തന്നെ അടിക്കണം. വഴിയിലധികം പെട്രോൾ പമ്പുകളൊന്നും ഇല്ല. ഞാനിവിടെ ജോലി ചെയ്യണ സമയത്ത് ഒരിക്കൽ ഹസ്ബൻഡും മോനും കൂടി വന്നപ്പോൾ കാറിൽ പെട്രോൾ ഷോർട്ടായപ്പോൾ വഴിയിൽ നിന്ന് ഒരു പ്രൈവറ്റ് സ്ഥലത്തുനിന്ന് കൂടിയ വിലയ്ക്ക് പെട്രോൾ ഒഴിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ചേരമ്പാടി വടുവഞ്ചാലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ സുൽത്താൻ ബത്തേരിക്കും
പിന്നെ ഗൂഡല്ലൂർക്കും 2 സ്ഥലത്തേക്കുള്ള വഴിചൂണ്ടികൾ കാണാം. 20-25 കിലോമീറ്ററിൻ്റെ താഴെ മാത്രമേ ഗൂഡല്ലൂർക്ക് ദൂരമുള്ളൂ. അതുവഴി ഊട്ടിക്ക് എത്താൻ എളുപ്പമാണ്. നാടുകാണി എത്തുമ്പോൾ 2 സ്റ്റേറ്റിൻ്റെയും ചെറിയ ചെക്ക് പോസ്റ്റുകൾ കാണാം. ഇനി അങ്ങോട്ട് കുറച്ചു ദൂരം തമിഴ്നാടാണ്. പരിസ്ഥിതി ലോലമായിട്ടുള്ള പ്രദേശമായിട്ടും ധാരാളം റിസോർട്ടുകൾ പൊന്തിയതായിട്ട് കണ്ടു. പ്രകൃതി സംരക്ഷണ നിയമങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് അധികൃതരുടെ ഒത്താശയോടുകൂടി തന്നെയാണ് ഈ കൺസ്ട്രക്ഷൻസ് എല്ലാം നടക്കുന്നത്. എത്ര ദുരന്തങ്ങളാണ് ഇതിൻ്റെ ഫലമായി ഉണ്ടാകുന്നത്. പ്രകൃതി ദുരന്തങ്ങൾക്ക് ഇരയാകുന്നത് എപ്പോഴും നിരപരാധികളാണ്. ഏതാനും ദിവസം അടുപ്പിച്ച് മഴ പെയ്താൽ ഉടനെ നമുക്ക് പ്രതീക്ഷിക്കാം ഏതെങ്കിലും ഒരു ഭാഗത്ത് ഉരുൾപൊട്ടൽ. കണ്ണടച്ചുള്ള ഈ മണ്ണെടുപ്പ് പ്രകൃതിയുടെ സമതുലനത്തെ പാടെ തകർത്തിരിക്കുകയാണ്. മേപ്പാടിയിലെ ദുരന്തം, മുണ്ടക്കൈ ചൂരൽമല പുത്തുമല ദുരന്തങ്ങൾ, ഇതൊന്നും ആരെയും ഒന്നും പഠിപ്പിക്കുന്നില്ല എന്നതാണ് സങ്കടകരമായ സത്യം. ലാഭം കൊയ്യുന്നത് ഒരു കൂട്ടർ, ഇതിന് ഇരയാകുന്നവർ നിരപരാധികളായ മറ്റൊരു കൂട്ടർ. താമരശ്ശേരി ചുരത്തിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ മറ്റു മാർഗങ്ങൾ, ഓൾട്ടർനേറ്റീവ്സ് കണ്ടുപിടിക്കുന്നതിന് പകരം തുരങ്കമുണ്ടാക്കാനുള്ള പുറപ്പാടിലാണ് നമ്മുടെ ഭരണാധികാരികൾ. തുരങ്കപാതയുടെ നിർമ്മാണ ഉദ്ഘാടനം കെങ്കേമമായിട്ട് നടത്തി. അശാസ്ത്രീയമായ ഖനനത്തിലൂടെ മലകൾ തുരന്നുകൊണ്ട് ആ പ്രകൃതിയുടെ സമതുലനം നശിപ്പിച്ചു കഴിഞ്ഞാലത്തെ അവസ്ഥ, അതിൻ്റെ കൺസിക്വൻസസ് എത്ര ഭീകരമായിരിക്കുമെന്ന് ചിന്തിക്കുന്നത് പോലുമില്ല. അനുഭവിക്കേണ്ടി വരിക അപ്പോഴും നിരപരാധികളായിട്ടുള്ള ജനങ്ങളായിരിക്കും. ബഹുചക്ര വാഹനങ്ങൾ, കൂറ്റൻ വാഹനങ്ങൾ വഴിതിരിച്ചു വിടാനുള്ള എത്രയോ മാർഗങ്ങളുണ്ട്, അതൊന്നും നോക്കുന്നില്ല. സർക്കാർ ഖജനാവിൽ നിന്നൊരു പണി നടക്കുമ്പോൾ അതിലൂടെ തങ്ങളുടെ പോക്കറ്റിൽ വരുന്ന ലക്ഷങ്ങളെക്കുറിച്ച് മാത്രമാണ് ഇക്കൂട്ടർ ചിന്തിക്കുന്നുള്ളൂ. ബസ്സിലെ ഡ്രൈവറെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞില്ലല്ലോ. നിലമ്പൂർ ഇറങ്ങി അവിടെ നിന്ന് ട്രെയിനിൽ പോകാനാണ് ഞങ്ങളുടെ ഉദ്ദേശം എന്ന് മനസ്സിലായപ്പോൾ ആളെ ഇടയിൽ വെച്ച് പറഞ്ഞു, എടക്കരയിൽ 20 മിനിറ്റോളം ബസ്സിന് ഹോൾട്ട് ഉണ്ട്, ട്രെയിൻ കിട്ടണമെങ്കിൽ നിങ്ങൾ അവിടെ ഇറങ്ങി ബസ്സിൽ നിലമ്പൂർ പോയി അവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ പോകുന്നതായിരിക്കും നല്ലത് എന്ന്. ട്രെയിനിൻ്റെ സമയം മാറിയത് ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ എടക്കരയിൽ ഇറങ്ങി ബസ് പിടിച്ച് നിലമ്പൂരെത്തി. അവിടെ നിന്ന് ഓട്ടോ വിളിച്ച് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ ട്രെയിൻ പുറപ്പെടാൻ ഏതാനും മിനിറ്റുകളെ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. ചുരം ഇറങ്ങിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ വഴിക്കടവിലെത്തും, പിന്നെ എടക്കര, അത് കഴിഞ്ഞാൽ ചുങ്കത്തറ, നിലമ്പൂർ, പിന്നെ അങ്ങനെ യാത്ര തൃശ്ശൂർക്ക് തുടരും, പെരിന്തൽമണ്ണ വഴി തുടരും. എടക്കൽ ഗുഹയും ബാണാസുര സാഗറും മുത്തങ്ങയും കുറുവദ്വീപും തിരുനെല്ലിയും അല്ലാതെ ഇങ്ങനെയും കുറേ മുഖങ്ങൾ വയനാടിനുണ്ടെന്ന് നിങ്ങളെ കാണിക്കുക എന്നത് മാത്രമാണ് ഈ വീഡിയോൻ്റെ ഉദ്ദേശം. നാടുകാണി ചുരത്തിലൂടെ കാപ്പിത്തോട്ടങ്ങളും തേയിലത്തോട്ടങ്ങളും മലഞ്ചെരിവുകളും ഒക്കെ കണ്ടുകൊണ്ടുള്ള ഈ KSRTC യാത്ര നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു. ഒരു പ്രൊഫഷണൽ യൂട്യൂബറൊന്നുമല്ല, മോണിറ്റൈസേഷൻ ഒരു ലക്ഷ്യവുമല്ല. എഴുത്തിൻ്റെ ഇടവേളകളിൽ ചില വീഡിയോസ് ഇടാറുണ്ടെന്ന് മാത്രം. ഏകദേശം 150-ൽ താഴെ വീഡിയോകളായി ഇതുവരെ 1K എന്ന് പറഞ്ഞ ആ ഗോളിലേക്ക് എത്തിയിട്ടില്ല. കഴിഞ്ഞ വീഡിയോ ഏകദേശം 700ഓളം ആൾ കണ്ടെങ്കിലും ഒരാൾ പോലും സബ്സ്ക്രൈബ് ചെയ്തില്ല. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്താൽ വലിയ സന്തോഷം. അപ്പോൾ 1 ഡേ ട്രിപ്പിന് പറ്റിയൊരു സ്ഥലം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു. മലപ്പുറത്തിൻ്റെ ഭക്ഷണ വൈവിധ്യം രുചിച്ച് നോക്കാം, വയനാട്ടിലെ റിസോർട്ടുകളിൽ താമസിക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ. ശ്രീലത.